പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയ വൈദിക സഹോദരരെ, സന്യാസിനിമാരെ, എല്ലാ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇപ്പോഴ് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ബലി തുടങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും ശിശുക്കളോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Amen.
സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് കയ്യേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ എന്നും കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകും. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അങ്ങനെ അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട്, എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശീലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രഹാത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്കും മാത്രമല്ല, അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു.
അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ വർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ യൂട്യൂബിലെ ധാരാളം വാർത്തകളും ട്രോളുകളും മറ്റു പല കാര്യങ്ങളും വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അടുത്തിടെ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യം ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ പലരും അതിനനുകരിച്ചിട്ട്
പറയുകയുണ്ടായി. ഒരാളും ഒരിക്കലും ചെയ്യരുതാത്ത 3 കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ പറയുന്നത്. ഒന്ന്, മാതാപിതാക്കന്മാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്ന കല്യാണം, അത് അരുതാത്തതാണ്. രണ്ടാമത്തെ കാര്യം, പരസ്പരം സ്നേഹിച്ച് തീരുമാനിച്ച് നടത്തുന്ന കല്യാണം. അല്പം ആലോചിച്ച് ഇടവേള ഇട്ടിട്ട് അവൾ പറയുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസവും ജോലിയുമുള്ള യുവതീ യുവാക്കന്മാർക്ക് പലർക്കും വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. കെട്ടുപാടുകളും കടപ്പാടുകളുമില്ലാത്ത സ്വന്തം ജീവിതത്തിൻ്റെ കാര്യം സ്വയം തീരുമാനിക്കാനായിട്ട് പരാപേക്ഷ കൂടാതെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനാണ് അവർക്ക് താല്പര്യം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നത് സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ കൂടെയുണ്ടാകും എന്ന് ജീവിത പങ്കാളിയോട് പുരുഷനും സ്ത്രീയും വാഗ്ദാനം ചെയ്യുന്ന തിരിച്ചു നടപ്പില്ലാത്ത ഒരു സമ്മത സമർപ്പണമാണ്. ഇത്തരം നീണ്ടു നിൽക്കുന്ന കടപ്പാടുകൾക്ക് ധാരാളം പേർക്ക് മടിയാണ്. അതുകൊണ്ട് വേറെ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പലർക്കും താല്പര്യം. കുറേ നാൾ അങ്ങനെ കൂടെയൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പുതിയൊരു കാര്യമാണ് ലിവിങ് ടുഗദർ, ഒന്നിച്ചുള്ള സഹവാസം. അപ്പോൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ ഒന്നും അവരെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ മുന്നോട്ട് പോകാം, താല്പര്യമില്ലെങ്കിൽ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഇറങ്ങുകയും ആവാം. ഞായറാഴ്ചയൊക്കെ കല്യാണ പരസ്യങ്ങൾ പത്രങ്ങളിൽ കാണാറുണ്ട്. കെട്ടാനല്ലെങ്കിലും കെട്ടിക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ അതൊക്കെ ചില വായിക്കും, രസമാണ്. ഒന്നിൽ കൊടുത്തിരിക്കുകയാണ്, സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ വിവാഹമോചിതയായ പെണ്ണ് വിവാഹം ബാധ്യതകളില്ല. സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ വിവാഹമോചിതയായ അങ്ങനെ ഒരു കാര്യമില്ല. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ രണ്ടുപേരിലും കുറ്റമുണ്ട്. ഏറ്റക്കുറച്ചിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരാൾ ഒരല്പവും ഒരാൾ കുറേ കൂടുതലും. പക്ഷേ സ്വന്തം കുറ്റം അതാരും സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ഒരു പരസ്യം ഇങ്ങനെ ഒരുത്തന് ഇത്ര പ്രായമുള്ള ഒരാളിന് ഉണ്ട്, എന്താണ് അംഗവൈകല്യമുള്ളവർക്ക് മുൻഗണനയാണ്. എന്താണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർത്ത് എനിക്ക് ചിരി വന്നു. അയാൾ അങ്ങനത്തെ ആളായിരിക്കുമോ, അല്ലെങ്കിൽ ഇവൾ വേറെ ഓടിപ്പോയി കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആവാം. അപ്പോൾ ഇവർക്ക് ആർക്കും നമ്മളെടുക്കുന്ന ഒരു തീരുമാനവും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ബാധിക്കുന്നു എന്ന ചിന്ത അശേഷമില്ല. എന്നാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് വിചാരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പണ്ട് നമുക്ക് 4 വശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മുൻപിൽ, പിറകിൽ, ഇടതുവശത്ത്, വലതുവശത്ത് 4 വശങ്ങളിലുള്ളവ. ഇപ്പോൾ വശങ്ങൾ 6 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊക്കെ ആയി താമസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുകളിലും ആളുണ്ട്, താഴെയും ആളുണ്ട്.
ഈ 6 വശങ്ങളിലുമുള്ളവരെ കുറിച്ചൊക്കെ അവരുടെ ജീവിതങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ ബാധിക്കുന്നു എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെ ചെന്ന് എത്തും? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗാർഹിക പീഡനം എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. പുരുഷനാകാം, സ്ത്രീയാകാം. പുരുഷന്മാർ സാധാരണ ചെയ്യാറുള്ളത്, ഈ കോടതി പക്ഷികളുണ്ട്, കോടതിയുടെ പരിസരങ്ങളിലൊക്കെ നിൽക്കും. അവർ വാടകയ്ക്ക് കിട്ടും. അവർ ചെന്നിട്ട് ഇവളുമായിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ നിഷേധിക്കാനാണ്? പിന്നെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരം ഫോർമുലയുണ്ട്, ഒപ്പിട്ട് കൊടുത്തേച്ചാൽ മതി. എന്ത് പറഞ്ഞാലും എനിക്ക് മോചനം വേണം. കള്ളക്കേസുകൾ ധാരാളമായിട്ട് കോടതിയിൽ എത്തുന്നതായിട്ട് നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ കൊണ്ട് പിന്നെ പോക്സോ കേസ് കൊടുപ്പിച്ച അമ്മമാർ വരെ ഉണ്ട്. പിന്നെ അത് തെളിവ് ഇല്ല, അത് തെറ്റായിരുന്നുവെന്ന്. അപ്പം എന്ത് മാർഗം ഉപയോഗിച്ചും എനിക്ക് മോചനം വേണം, മറ്റേ ആളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളിൻ്റെ ഭാരം ഞാൻ എന്തിന് ചുമക്കണം എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പശ്ചാത്തലത്തിലാണ് യൗസേപ്പ് പിതാവിൻ്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ പ്രതിശ്രുത വധു ആയ മറിയം താനുമായി സഹവാസം നടന്നിട്ടില്ലാതിരിക്കെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. പിന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പുരുഷന്മാർ ഏതാവനായാലും വിചാരിക്കാവുന്ന കാര്യമാണ്. അവളെ അങ്ങ് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അവളെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് അന്നത്തെ സ്ഥിതി. അപ്പോൾ അതെങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? മാർപ്പാപ്പ യൗസേപ്പ് പിതാവിനെ തിരുക്കുടുംബത്തിൻ്റെ തലവനായി സഭാപാലകനായിട്ട് കൽപ്പിച്ചതിൻ്റെ 150-ാം വർഷത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ 2020 ഡിസംബർ 8 മുതൽ 2023 ഡിസംബർ 8 വരെയുള്ളൊരു വർഷം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് ഫ്രാൻസിസ് പാപ്പ തീരുമാനിക്കുകയുണ്ടായി. പാത്തിരിസ് കോർദെ, അതായത് പിതാവിൻ്റെ ഹൃദയവുമായി. അപ്പോൾ ക്ഷീണിതയായ മറിയത്തെയും ദുർബലനായ കുഞ്ഞിനെയും രക്ഷിക്കുവാനായി യൗസേപ്പ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അപ്പോൾ എന്താണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഉദാത്തമായൊരു ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം നമ്മുടെ എതിരാളിക്ക് പോലും കൊടുക്കാൻ നമുക്ക് ഉണ്ട്. യൗസേപ്പ് പിതാവ് കനിവാണ് കാണിക്കുന്നത് അവളോട്. ഇനി മറിയത്തിന് തൻ്റെ ഭാഗം യൗസേപ്പിനോട് പറയാനായിട്ട് പറ്റുമോ? എങ്ങനെ വിശദീകരിക്കാനാവും? ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, തന്നിൽ സംഭവിച്ചതിൻ്റെ കാരണം അവളുടെയും ശക്തിക്കും വിശദീകരണത്തിനും മുകളിലാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ആൾക്കാർ സാധാരണഗതിയിൽ പോയിട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് സാധാരണഗതിയിൽ പറയുന്നു. ഇത് എന്താണ്? എല്ലാ പോഷത്തരവും പറയാനുള്ള ഇടമാണ് പള്ളി എന്നാണ് അവരുദ്ദേശിക്കുന്ന പരിഹാസം. പക്ഷെ ഓർക്കുക, ആ പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്ന കാര്യം. എല്ലാത്തരം മണ്ടത്തരവും പോയി പറയാനുള്ള ഇടമാണ്
ദേവാലയം. എല്ലാ മണ്ടത്തരവും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ബുദ്ധിയാണ് എന്നത് വിശ്വസിച്ചു പോരാനായിട്ടുള്ള ധൈര്യം കിട്ടുന്നത് ദേവാലയത്തിൽ എത്തുന്നത്. മനുഷ്യനും മണ്ടത്തരമായിട്ട് തോന്നുന്നത് ദൈവം സാധ്യമാക്കുന്ന ഇടമാണ് ദേവാലയം. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ദേവാലയത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് പൗലോസ് പറയും. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. In the church, we don't talk about our fear. We talk about our faith. നമ്മളവിടെ സംശയം പറയാനല്ല ചെല്ലുന്നത്, വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മുമ്പിൽ മഹാമേരുവെ പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെതിരെ 4-5 കല്ലും ഒരു കവണിയുമായിട്ട് പോകുന്ന ദാവീദും അവൻ വിജയിക്കുന്നതുമെല്ലാം നമുക്ക് കണ്ടെത്താനാവുന്നത് ദേവാലയത്തിൽ ചെല്ലുമ്പോഴാണ്. ഒരു സ്വപ്നത്തിൽ എല്ലാ ശങ്കകളും യൗസേപ്പിന് മാറിക്കിട്ടുകയാണ്. അപ്പോൾ അപരൻ്റെ ക്ഷേമത്തിനായുള്ള സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരാണ് ഇപ്പോൾ കുറവായിരിക്കുന്നത്. അപരൻ്റെ ക്ഷേമത്തിനായുള്ള സ്വപ്നങ്ങൾ കാണുകയും ഉടൻ തന്നെ എഴുന്നേറ്റ് ആ സ്വപ്ന സാഫല്യത്തിനായിട്ട് അധ്വാനത്തിന് ഇറങ്ങുകയും ചെയ്യുന്നത് യൗസേപ്പാണ്. അദ്ദേഹം ഒരു സൈലൻറ്റ് സെയിൻറ്റ്, നിശബ്ദനായ ഒരാളാണ്. നമ്മുടെ പഴയ രാഷ്ട്രപതി APJ കലാം ഒരിക്കൽ പറഞ്ഞു, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നമെന്ന്. APJ പറഞ്ഞതാണ് യൗസേപ്പ് ചെയ്തത്. ഉറക്കം, നിദ്രയിൽ നിന്ന് സ്വപ്നത്തിന് ശേഷം പെട്ടെന്ന് ഉണർന്ന യൗസേപ്പ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉറക്കം ഉപേക്ഷിക്കാനായിട്ടുള്ള, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണ് കണ്ടത്. അതാണ് യൗസേപ്പിന്. ജീവിതം അദ്ദേഹത്തിന് തുടരുകയാണ്. ഗതികേട് കൊണ്ടൊന്നുമല്ല, അത് ഗതിയില്ല, ഇനി അങ്ങനെ ആയിക്കൊള്ളാം എന്ന് കരുതിയല്ല, മനസ്സറിഞ്ഞ് തന്നെ സമർപ്പിക്കുകയാണ്. ക്ഷീണിതമായ അവസ്ഥയാണെങ്കിലും അദ്ദേഹം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം? ഓർക്കുക, ഗാന്ധിജി പറയുകയുണ്ടായി അന്ത്യോദയത്തെക്കുറിച്ച്. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭരണാധികാരികളും മറ്റ് ഉന്നതങ്ങളിലിരിക്കുന്നവരുമൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന് അതെങ്ങനെ ബാധിക്കും, ദ ലീസ്റ്റ് വൺ ലാസ്റ്റ് വൺ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവന് എൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് തീരുമാനം എടുക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് എന്താണ് കേന്ദ്രത്തിൻ്റെ കാര്യമായാലും കേരളത്തിൻ്റെ കാര്യമായാലും പള്ളിയിലെ കാര്യമായാലും എവിടെ തീരുമാനമെടുക്കുമ്പോഴും എന്താണ്, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. കൂടുതൽ പേര് എങ്ങനെ ഏറ്റവും വേഗത്തിൽ ധനികരാക്കാം എന്നുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. മിഡിൽ ക്ലാസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഓർക്കണം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രർ നമ്മുടെ നാട്ടിലാണ്. ജനസംഖ്യ ഉള്ളത് കൊണ്ട് കൂടിയാണ് കൂടുതൽ പേര് ഇവിടെ ഉള്ളത്.
ഇപ്പോൾ ദരിദ്രതയെക്കുറിച്ച് ആരും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം ഇല്ലാതാക്കും, ദരിദ്രനെ ഇല്ലാതാക്കും എന്നൊന്നും പറയുന്നില്ല. അതിദരിദ്രരെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. ദാരിദ്ര്യം കുറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? കുറയ്ക്കുന്നത് ദാരിദ്ര്യരേഖ ഇവിടെ നിൽക്കും, അത് താഴേക്ക് മാറ്റിയിട്ട് വരച്ചു കഴിയുമ്പോൾ അവരും അതിൻ്റെ മുകളിലാവും. ഈ സൂത്രമാണ് ഇവിടെയും പ്രയോഗിക്കപ്പെടുന്നത്. പക്ഷെ ഉണ്ടാകുന്നത് എന്താണ്? സർവ മനുഷ്യരും ഏറ്റവും വേഗത്തിൽ ധനികനാകാനായിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ലോകം. അതാണ് അഴിമതി വർദ്ധിക്കാനായിട്ടുള്ള കാര്യം. കൂട്ട ആത്മഹത്യ എന്ന് പറയുന്ന മിക്കവാറും കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെ പിറകിലൊക്കെയുള്ള കാരണം എന്ന് അന്വേഷിച്ചാൽ കാര്യം മനസ്സിലാകും. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് മനുഷ്യരുടെ സംതൃപ്തി അളക്കാനായിട്ട് ലോകത്തിലെ 146 രാജ്യങ്ങളുടെ ആ സംതൃപ്തിയുടെ കണക്കെടുക്കുമ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മുടെ സ്ഥാനമെന്ന് പറയുന്നത് 136-ാം സ്ഥാനമാണ്. നേപ്പാളിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെക്കാളൊക്കെ വളരെ സംതൃപ്തരാണ്. അതെന്തേ അങ്ങനെ? അപ്പോൾ നമുക്ക് നമ്മുടെ ആശകളിങ്ങനെ മുന്നോട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അസംതൃപ്തരുള്ള സ്ഥലമേതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത് അങ്ങനെ പോയാൽ മതിയോ? എങ്ങും നിർത്താത്തൊരു വണ്ടിയെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഒരു തീവണ്ടി പുറപ്പെട്ടു. തുടക്കത്തിലെങ്ങനെയോ അവിടെ കയറിപ്പറ്റിയ മനുഷ്യർ വളരെ സുഖമായിട്ട്, വളരെ ലാവിഷായിട്ട് അവിടെ ഇരിക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ കുറേ സ്റ്റോപ്പുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ വണ്ടി പതുക്കെ സ്ലോ ചെയ്യുമ്പോൾ ഇപ്പം നിർത്തും എന്ന് കരുതുമ്പോൾ എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടങ്ങനെ നീങ്ങും. മനുഷ്യർ ഓടി വീഴും. ഉള്ളിലിരിക്കുന്നവർക്ക് സന്തോഷമാണ്. നമ്മളെ ശല്യപ്പെടുത്താൻ ഇനി ആരും കയറി വരില്ല. അങ്ങനെ ഇരിക്കുകയാണ്. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇറങ്ങണം. അവരുടെ ഭാരമൊക്കെ എടുത്തുകൊണ്ട് വാദിക്ക് വന്ന് നിൽക്കുമ്പോൾ ഇവരെയും പരിഹസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഓർക്കണം, എങ്ങും നിർത്താത്ത വണ്ടി നമുക്കിറങ്ങാൻ നിർത്തിത്തരാത്ത വണ്ടിയുമാണ്. നമുക്ക് വേണ്ടത് എല്ലായിടത്തും നിർത്തുന്നതും ഇറങ്ങുകയും കയറുകയും ഒക്കെ എല്ലാവർക്കും ആകാവുന്ന ഒരു വണ്ടിയാണ് എന്ന് ഓർക്കണം. ഇപ്പോൾ നിങ്ങളൊക്കെ സിനിമയൊക്കെ കാണുന്നവരും പത്രം വായിക്കുന്നവരുമൊക്കെയാണ്. മഞ്ഞുമ്മൽ ബ്രദേഴ്സ് എന്നും പറഞ്ഞൊരു സിനിമ വലിയ തർക്കം നടക്കുകയാണ്. അപ്പോൾ 10-13 അവരുടെ സൗഹൃദം വളരെ നല്ല കാര്യം, അവരൊക്കെ ചെയ്യുന്നു, നല്ല കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് മലയാളവും തമിഴുമൊക്കെ എഴുതുന്ന ഒരാൾ ഒരഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ മനുഷ്യർ, യുവാക്കൾ എന്ന് പറയുന്നത് വെറും പെറുക്കികളാണ്. കാരണം അവർ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുടിയും വലിയും എല്ലാമായിട്ട്. അപ്പോൾ ഈ യാത്ര അങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാകില്ല, എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, വെള്ളത്തിലോ ഒറ്റ. ഇതൊന്നും അല്ലെങ്കിൽ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടാകും. അപ്പം ഇത് മലയാളത്തിന് വലിയ അപമാനമായി എന്നും പറഞ്ഞാണ് നമ്മുടെ എല്ലാവരും കൂടി. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് നോക്കിക്കേ, അതായത് കുടിയും വലിയും ഇതുമെല്ലാം അക്രമവുമെല്ലാം തുടക്കം മുതൽ ഒടുക്കം വരെയുണ്ട്. പക്ഷേ എഴുതി കാണിക്കും വലി പാടില്ല, വലി ഇത് പാടില്ല, ഇത് പാടില്ല. ഈ മുന്നറിയിപ്പ് എഴുതുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു. കാണിക്കുന്നതെല്ലാം ഇതാണ്.
സിനിമയ്ക്കൊരു സ്വാധീനവും ഇല്ല, വെറുതെ കണ്ട് സന്തോഷിച്ചാൽ മതിയെന്നൊന്നും കരുതരുത്. ദൃശ്യം കണ്ടു. ഇന്നിപ്പോൾ എത്ര പേരാണ് ഈ വീടിന് കൊന്ന് കുഴിച്ചിട്ടേക്കും വീട് പണിയുന്നവരും സെപ്റ്റിക് ടാങ്ക് പണിയുന്നവരും ഒക്കെ. അപ്പം കാര്യങ്ങൾ ഭാവനയിൽ കണ്ടത് മനുഷ്യരെല്ലാവരും അനുകരിക്കുകയാണ്. അപ്പോൾ വിവേചന ബുദ്ധി ഇതൊരു സാധാരണ കാര്യമാണ്, ഇതിൽ വിഷമിക്കാനൊന്നുമില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നാണ് ഓർക്കേണ്ടത്. വലിയ പണം വാരിയ ഒരു ചിത്രത്തിൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീയോട് പറയുകയാണ് ഇതൊക്കെ തെറ്റല്ലേ എന്ന്. അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്നറിയാമോ? ശരിയും തെറ്റിയും നോക്കിയിട്ടാണോ നമ്മൾ ഇത്ര നാളും ജീവിച്ചത്, ഈ നിലയിലെത്തിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, ശരിയും തെറ്റും ഉണ്ട്, ഇതൊരു സാധാരണ കാര്യമാണ് എന്ന് കരുതിയിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇങ്ങനെയും ഒരു കേസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ട് എന്തുമാകാം. പക്ഷെ ഇതാണ് സാധാരണ എല്ലാ വീട്ടിലും നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്, അത് എതിർക്കപ്പെടേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ രീതിയിൽ അക്രമവാസനയും മറ്റു കാര്യങ്ങളും അത് എന്താണ് ചിലരുടെ വികൃതി, എൻ്റെ വികൃതി എല്ലാവർക്കും ഉണ്ടെന്ന് സ്ഥാപിച്ചു കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ബഹളത്തെ നമ്മളതൊരു ചെറിയ ഈ സംഭവം ലോകത്തിലുണ്ട്, അതിനെ മനസ്സിലാക്കണം എന്നത് എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്കും മനസ്സിലാകണം. പക്ഷേ അതാണ് എല്ലാവരുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നതുമാണ്. ഈ ലോകത്ത് തെറ്റുണ്ട്, ശരിയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലവട്ടവും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തെറ്റല്ലാതാവുന്നില്ല. ഒരുത്തനും ചെയ്യാത്തത് കൊണ്ട് ശരിയല്ലാതെയും ആകുന്നില്ല. കാര്യം നല്ലതായിട്ട് തന്നെ നിലനിൽക്കണം. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകും. അപ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർ നല്ല വൃക്ഷമായിരിക്കാനാണ് ഇവിടെ ഇരുന്നും കൊണ്ട് ചിന്തിക്കേണ്ടത്, അല്ലാതെ ഭയന്ന് ജീവിക്കാനും മറ്റൊന്നും ഇല്ല. അത് തെറ്റല്ലേ എന്ന് വിചാരമുണ്ടാകുകയും ആ തെറ്റ് വന്നുപോയി തിരുത്താനായിട്ടുള്ള സമയവും ഉണ്ട്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? മേ ഗോഡ് ഇൻക്രീസ് യു, മേ ഗോഡ് ഗീവ് യു ഗ്രോത്ത്. നിനക്ക് വർധനയുണ്ടാകട്ടെ, നിന്റെ സംഖ്യ വർദ്ധിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുട്ടികളെ വേണം എന്നാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇന്നത്തെ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലെ വീട്ടുകാർക്ക് കുട്ടിയെ വേണ്ട, പട്ടിയെ മതി എന്ന്. ശരിയല്ലേ? നീ കണ്ടിട്ടില്ലേ? യൂട്യൂബിലൊന്ന് നോക്കൂ, പട്ടി കാണിക്കുന്ന സ്നേഹവും വിക്രിയകളുമെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണും. ഈ ഒരു ലിസ്റ്റും കൊടുത്ത് വിട്ടാൽ ചന്തയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരുന്ന പട്ടി എന്തിനും തയ്യാറാണ്, എന്ത് സ്നേഹത്തിനും തയ്യാറാണ്. ഇതൊക്കെ ഉണ്ട്. ഈ അനാവശ്യ കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ പട്ടി സ്വഭാവം എന്താണ്? പട്ടിക്കാണെങ്കിൽ കൊടുത്താൽ തിരിച്ചു തരും. പിന്നെ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു മാർഗവുമില്ല. മാതാപിതാക്കന്മാരെ തല്ലി വളർത്തണം എന്നാണ് പുതിയ മക്കൾ പഠിച്ചു വച്ചിരിക്കുന്ന പ്രമാണം. തല്ലി ശരിയാക്കാമെന്നാണ് അപ്പനെ അമ്മനെ. അത് നിരന്തരം നമ്മൾ എല്ലാ ദിവസവും കണ്ടാലും എൻ്റെ വീട്ടിലതുണ്ടാകില്ല, സംഭവിക്കില്ല എന്നതാണ് നമ്മൾ. ഒന്നും വിചാരിക്കണ്ട.
അവിടെ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലും സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് വേണം. മലയാള ധാരണയനുസരിച്ച് കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു വിശേഷമാണ്, നല്ല വിശേഷം. കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ക്ഷേമത്തിനായുള്ള ദൈവിക പദ്ധതിയാണ് കുഞ്ഞ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം വെറുതെ പറയുന്നതല്ല. കല്യാണം കഴിഞ്ഞ് 5-8 മാസം കഴിയുമ്പോഴും ആ നവവധുവിനോട് നാട്ടുകാരും അമ്മായിയമ്മയും സർവരും ഒക്കെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? വിശേഷം ഒന്നും ആയില്ലേ എന്നാണ്. അപ്പം കുഞ്ഞ് എന്ന് പറയുന്നത് വിശേഷമാണ്, അത് സുവിശേഷമാണ് എന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ധാരണയുടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോകത്തിലെ അവസാനത്തെ തലമുറ ആണ് നമ്മൾ എന്ന രീതിയിൽ എല്ലാം നമ്മളോടുകൂടി തീരുമെന്നുള്ള അവസ്ഥയിൽ നമ്മളങ്ങനെ ജീവിക്കരുത്. നമുക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമാണ്, അത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു പ്രാരാബ്ധമായിട്ട് ബാധ്യതയായിട്ടൊക്കെ കരുതിയാൽ സംഗതി കുഴയും. കുട്ടികളെ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യണമെന്നല്ല. യൗസേപ്പ് പിതാവ് ഒരു തൊഴിൽ പഠിപ്പിച്ചു. അതേ സമയത്ത് തന്നെ അവൻ്റെ ടേസ്റ്റും അവൻ്റെ കാര്യങ്ങളുമെല്ലാം ഉണ്ടായപ്പോൾ ആ യേശുവിനെ അവൻ്റെ വഴിക്ക് വിടാനായിട്ട് യൗസേപ്പ് പിതാവ് സമ്മതിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പം യൗസേപ്പ് പിതാവ് എന്താണ്? സ്വന്തം പ്ലാന് ഉണ്ട്, മണ്ടനൊന്നുമല്ല. അപ്പോൾ ആ പ്ലാനുകൾ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇരിയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രയോജനമില്ലാത്ത ഒരു ദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ പണി മുഴുവൻ നടത്തിയിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ യജമാനൻ പറയുന്നത് എന്താണ് എന്നറിയാവോ? നീ പോയിട്ട് വിശ്രമിക്കാനല്ല, പോയി ഭക്ഷണമുണ്ടാക്കുക, എന്നിട്ട് എനിക്ക് വിളമ്പിത്തരുക, എന്നിട്ട് നീ വിശ്രമിക്കുക എന്നാണ്. ഓവർ ടൈമാണ്. ഇന്നാണെങ്കിൽ ഡബിൾ ചോദിക്കും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ആ ഭൃത്യൻ പറയുന്നത് ഞാൻ പ്രയോജനമില്ലാത്ത ഒരു ദാസനാണ് എന്ന്. അപ്പോൾ ഒരു യൂസ്ലെസ് എന്ന്. ഈ ഉപമ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു സ്വന്തം വളർത്തു പിതാവായ യൗസേപ്പിനെ കണ്ടിട്ട് തന്നെയാവും യേശു പറഞ്ഞിരിക്കുക എന്ന്. അപ്പോൾ ഒന്നും യൂസ്ലെസ് ഒന്നുമല്ല, എല്ലാറ്റിനും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ എത്രയെല്ലാം ചെടികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം അവയവങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ യൂസ്ലെസ് ഒന്നുമല്ല. അതിൻ്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഉപയോഗം മനസ്സിലാകും, ഇന്നല്ലെങ്കിൽ നാളെ. അത് പിന്നെ ഇപ്പോൾ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാസികയുടെ എഡിറ്ററായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം എഴുതി. ചത്തുകിടക്കുന്ന മണി ദിവസത്തിൽ 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കുന്നു എന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ? അതെങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് നല്ല വാച്ചുകളൊക്കെ ഉണ്ടാകും. ഏറ്റവും നല്ല മണി പോലും, വാച്ച് പോലും ലണ്ടൻ ടവറിൽ കിടക്കുന്ന ഗ്രീൻവിച്ച് മീൻ ടൈമുമായിട്ട് ഒരല്പസ്വല്പ വ്യത്യാസമുണ്ടാകും. പക്ഷേ എൻ്റെ കയ്യിൽ ആ ചത്ത വാച്ച് ഇതുമേ നോക്കിയാൽ
കൃത്യമായിരിക്കും. അവിടെ 8 മണിയാണെങ്കിൽ ഇവിടെ 8 മണിയായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചെല്ലാനത്ത് അവിടെ ആരും മിണ്ടുന്നില്ല, എല്ലാവരും ഒരു സ്വരവുമില്ല എന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ വലിയ സ്വരമുണ്ട്, പക്ഷെ അവിടം വരെ എൻ്റെ ചെവി എത്താത്തതിന് അങ്ങനെ അളന്ന് മുന്നോട്ട് പോകാനൊക്കില്ല. അപ്പോൾ ഒരു കാര്യവും ഇതാണ്. അപ്പോൾ ഈ മണി 2 നേരവും ശരിയാണ് എന്നെഴുതുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഈ വാചകം അവിടെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയത് പാഴായില്ല. അപ്പം നമുക്ക് ഒന്നും യൂസ്ലെസ് അല്ല ഒരു കുട്ടിയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇന്ന്? അപ്പം മുമ്പ് അംഗവിഹീന എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, മറ്റത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നവരിന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് പറയുന്നത്. ഇനി അതും മാറാൻ പോവുകയാണ്. ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കും തുല്യമായ അവകാശത്തോടു കൂടി. അത് ശരിയുമാണ്. അവരെ ജീവിതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പരാജയപ്പെടാതെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാർപ്പാപ്പ നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: സെയിൻറ്റ് ജോസഫ്, യു ഹാവ് ഓൾവേസ് ട്രസ്റ്റഡ് ഗോഡ് ആൻഡ് ഹാവ് മെയ്ഡ് യുവർ ചോയ്സ് ഗൈഡഡ് ബൈ ഹിസ് പ്രോവിഡൻസ്. Teach us not to count so much out our own plan, but on His plan of love. You who come from the peripheries, help us to convert our gaze and prefer what the world discards and marginalizes. Comfort those who feel alone and support those who work silently to defend life and human dignity. അതായത് പിതാവേ, എൻ്റെ പ്ലാനുകളല്ല നിൻ്റെ പ്ലാനുകൾ നടക്കട്ടെ എന്നുള്ളൊരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുക. ലോകത്തിൻ്റെ അതിർത്തികളിൽ അരികിൽ കിടക്കുന്ന മനുഷ്യർ, അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരിൽ ആ ജീവിതത്തിൻ്റെ സന്തോഷം കാണാനും അവിടെ വലിയ കാര്യങ്ങളും. കാരണം ജെറൂസലമിലൊന്നും അല്ല യൗസേപ്പ് നസ്രത്തിലും അവിടെ ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ പെരിഫറിയാണ്. അവിടെ ഒരു ഗ്ലോറിയും ഒരു മഹത്വവും പട്ടണത്തിൻ്റെ മഹത്വമൊന്നുമില്ല. അവിടെ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം വന്നത്. നമ്മൾ ഓർക്കുക, നമ്മുടെ ചുറ്റും മനുഷ്യരുണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മുടെ ചുറ്റും പ്രകൃതിയുണ്ട്. ഇവരെ എല്ലാവരെയും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ലോകത്തിലെ അവസാനത്തെ തലമുറ ഞാനല്ല, ഞങ്ങളല്ല എന്നുള്ള. ഇപ്പോൾ എല്ലാവരും ഇസഡ് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇസഡ് ജനറേഷൻ അല്ല നമ്മൾ എല്ലാവരും ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാറ്റിനെയും, മൃഗങ്ങൾ എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉറുമ്പുകളാണ്, നമുക്കറിയുമോ? അപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള എന്താണെന്നറിയാവോ? അവൻ്റെ സ്വഭാവ ഐശ്വര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ഒരാളെന്ന് എന്ന് പറഞ്ഞാൽ ഏതവനും കണ്ടവനും കേട്ടവനും ഒക്കെ ഉറുമ്പിനെ ഉപദ്രവിക്കാനായിട്ട് അനുവാദമുണ്ടെന്നാണ്. എവിടുന്ന് കിട്ടിയ ആ ധാരണ? ഇതൊക്കെ കൊണ്ടാകും നമുക്കൊരു ചെറിയൊരു രോഗം അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴുപ്പുണ്ടായ ഉടനെ തന്നെ ഉറുമ്പ് വന്ന് കയറി പിടിക്കുന്നത്, തൊട്ടാ കടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും ഇടമുള്ള, എല്ലാവർക്കും ഇടമുള്ള, മനുഷ്യരും ജന്തുക്കളുമെല്ലാം നല്ല സമഭാവനയോടുകൂടെ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണണം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് മനസ്സിൽ ഉറപ്പിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അത് എവിടെ തുടങ്ങണം, എന്നിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തടവുകാരാണ്. എന്തിൻ്റെ തടവ്?
പ്രത്യാശയുടെ തടവുകാരാണ് നമ്മൾ, പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. മനസ്സിലായോ? നമുക്ക് എല്ലാറ്റിനും പ്രതിവിധികളുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ബോധവുമായിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലേഖനങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പെസഹ മഹോത്സവം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കർത്താവിനോട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ രഹസ്യങ്ങളിൽ സമർത്ഥമായി പങ്കുചേരുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. സ്നേഹസ്വരൂപനായ ദൈവപിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഈ തിരുനാൾ ദിവ്യബലിയിൽ ഫ്രാൻസിസ് പാപ്പയെയും കാർമ്മികത്വം വഹിക്കുന്ന ഞങ്ങളുടെ ജോസഫ് കരിയൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും തിരുസഭാ പാലകനായ യൗസേപ്പ് പിതാവ് വഴി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൽ ആശ്രയം തേടി ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന സകലർക്കും അവരുടെ ദുഃഖങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും മോചനം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവപിതാവേ, ഞങ്ങളുടെ രൂപതയുടെ ഇടയന്മാരായിരുന്ന എല്ലാ മെത്രാന്മാരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനമൊഴിഞ്ഞ ഞങ്ങളുടെ ജോസഫ് കരിയൽ പിതാവിനെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. പിതാവ് വഴി കൊച്ചി രൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിനെ അങ്ങേ തിരുഹൃദയത്തിൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ രൂപതയെ നയിക്കാൻ അങ്ങേ തിരുക്കുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മെത്രാനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഈ വർഷം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന
പ്രസിദ്ധേന്തിമാരെയും മറ്റെല്ലാ ഒഫീഷ്യാളന്മാരെയും നേർച്ച സദ്യയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങേ തിരുക്കുമാരൻ്റെ വളർത്തപിതാവായ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൽ പങ്കെടുക്കാനും നേർച്ച സദ്യ ഉണ്ണുവാനും കടന്നു വരുന്ന അനേകായിരങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. അവരെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണം അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവപിതാവേ, ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി അനുഗ്രഹിക്കണമെന്നും മരണാസന്നർക്ക് നന്മരണം നൽകാൻ നന്മരണ മാധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ടാകണമെന്നും ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കഴിയുന്നവരുടെ മേൽ അങ്ങേ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ സഭയുടെ പ്രാർത്ഥനകളോട് കരുണയായിരിക്കുകയും അങ്ങേ ശരണം പ്രാപിക്കുന്ന ഹൃദയങ്ങൾ കനിവാർന്ന് തൃക്കൺ പാർക്കുകയും ചെയ്യണമേ. ദിവരഹസ്യങ്ങൾ പങ്കാളികളായി തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നവർ അങ്ങേ സഹായം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഏകജാതനെ ഭക്തിയാദരപൂർവ്വം വിശുദ്ധ യൗസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ഈ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിൻ്റെ മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടുകൂടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന.
സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ആയ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗേദാസനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാ മെത്രാൻ ജോസഫ് കരിയിൽ പിതാവിനോടും
മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറികിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരാകുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ും
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് കുമ്പസാരിച്ച് ഒരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് ഈശോയെ സ്വീകരിക്കുക. ദിവ്യകാരുണ്യം നാവിലാണ് സ്വീകരിക്കേണ്ടത്.
50 വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യ കരിയിൽ പിതാവിന് പട്ടം കൊടുത്ത കൊച്ചി രൂപയുടെ ആദ്യത്തെ സദേശീയ മെത്രാൻ അലക്സാണ്ടർ ബിഷപ്പ് തന്നെയാണ് എനിക്ക് സ്ഥൈര്യലേപനം തന്നത്. അന്ന് അലക്സാണ്ടർ ബിഷപ്പിന് 74 വയസ്സ് പ്രായമുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഒപ്രീസുമായിക്കാണ് മെത്രാനെ ഞാൻ കാണുന്നത്. അപ്പോൾ കയ്യിൽ വടിയുണ്ട്, അംശവടി, അധികാരവടി. എൻ്റെ കൊച്ചുമനസ്സിൽ അന്ന് എനിക്ക് തോന്നിയത് പ്രായമായതുകൊണ്ട് കുത്തി നടക്കാനാണ് ഈ വടി മെത്രാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതെന്ന്. എന്നാൽ കാലങ്ങൾ കടന്നുപോയി. ഞാൻ വളർന്നു. എനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് കുത്തി നടക്കാനുള്ളൊരു വടി മാത്രമല്ല എന്ന്. അത് ആ വടിയുടെ മഹത്വം എന്താണ് എന്ന് ഒരു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പൗരോഹിത്യ ജീവിതം മുതൽ ഇങ്ങോട്ട് മനസ്സിലാക്കിയത് കരിയിൽ പിതാവ് ആ വടി 19 കൊല്ലം കയ്യിൽ പിടിച്ചപ്പോഴാണ്. 4 കൊല്ലം പുല്ലൻ രൂപയുടെ മെത്രാനായി വന്നതിന് ശേഷം സ്വന്തം രൂപതയിൽ, കൊച്ചി രൂപതയിൽ 15 വർഷക്കാലം ആ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് തികഞ്ഞ ഒരു ഇടയൻ്റെ നടപ്പ് കരിയിൽ പിതാവ് നടന്നു നീങ്ങി എന്നുള്ളതാണ്. പിതാവ് കൊച്ചി രൂപതയുടെ മെത്രാനായി ഇവിടെ സ്ഥാനമേറ്റതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ കേട്ട ഒരു മീഡിയ പറഞ്ഞ് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. കേരളത്തിലെ മെത്രാന്മാരുടെ സ്വരത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരമാണ് കൊച്ചി രൂപതര മെത്രാൻ്റെ സ്വരമെന്ന്. നമ്മളിന്ന് ഔസേപ്പിതാവിൻ്റെ കണ്ണവാലിയിലെ 120ാമത് ദേശസദ്യ തിരുനാളിൻ്റെ പ്രധാന ദിവ്യബലി, തിരുനാൾ ദിവ്യബലിയാണ് നമ്മൾ എല്ലാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വരം, ഇടയൻ്റെ വേറിട്ടുള്ളൊരു സ്വരം നാം ഇവിടെ ഇന്നും ഈ ദിവ്യബലി മധ്യേ കേട്ടു എന്നുള്ളതാണ്. ഞാൻ ലോകമാറിയ നാൾ മുതൽ ആ സമയത്ത് കരിയിൽ പിതാവ് അരൂപ്പള്ളി വികാരിയച്ഛനാണ്. അവധിക്ക് വരുമ്പോൾ എന്തു പറയാതെ ഒരുപക്ഷെ വീട്ടിൽ വരുമ്പോൾ ഇരമലൂക്കാരനായ ഞാൻ അരൂരാണ് ഇറങ്ങുന്നത്. വണ്ടി ട്രാൻസ്പോർട്ട് ബസ്സാണ്, പ്രൈവറ്റ് ബസ് ഇല്ലാത്ത കാലമാണ്. പിതാവിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് പലപ്പോഴും പിതാവിനെ കാണുകയും അങ്ങനെ പിന്നീട് 87 പിതാവെന്ന് അരൂപ്പള്ളി വികാരിയായിരിക്കുമ്പോൾ കുരിത്തറ പിതാവ് ഒരു എഴുത്തുമായി ഡിസംബർ 3-ാം തീയതി 87 ഡിസംബർ 3-ാം തീയതി കരിയിൽ അരൂപ്പള്ളി വികാരി അടുത്തേക്ക് എന്നെ അയച്ചു. ഡീക്കനായിട്ട് അവിടെ ഞാൻ 2 മാസത്തോളം പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ഈ 2 മാസക്കാലം അരൂര് നിർത്തി എന്നെ പഠിപ്പിച്ച് പൗരോഹിത്യം നൽകി അണഴിച്ചതെന്ന് അരൂപ്പള്ളിയിൽ നിന്നും അരൂപ്പള്ളിയിൽ തന്നെ അന്ന് ആദ്യത്തെ അപ്പോയിൻമെൻറ്റും അവിടെ അസന്ധ്യച്ചനായിട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ കാലയളവിലെല്ലാം പിതാവിൻ്റെ
ശക്തമായ ആ ഒരു നയിക്കൽ ഈ കൊച്ചി രൂപതയിലെ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും പൂവും പുഴുവും എല്ലാം നിറമനസ്സോടുകൂടി സ്വീകരിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ശക്തമായിട്ടുള്ളൊരു സ്വരവും മറച്ചു വയ്ക്കാതെയുള്ള തിരുത്തലും ആ വടിയുടെ മഹത്വം അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കും നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുമുണ്ട്. കാരണം എന്താണ് ഒരു ജീവിതം? ഒരു ജീവിതാന്തസ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് കുടുംബജീവിതമായിരുന്നാലും പൗരോഹിത്യ ജീവിതമായിരുന്നാലും സന്യസ്ത ജീവിതമായിരുന്നാലും അതിൻ്റെ മഹത്വവും അതിൻ്റേതായ അർത്ഥത്തിൽ ആഴങ്ങളിൽ അത് ജീവിക്കണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു മോറൽ തിയോളജി ഡോക്ടറേറ്റുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് അത് കൂടുതലും ശക്തമായിരുന്നു പിതാവിൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഏതായാലും അഭിമാനത്തോടെയാണ് കൊച്ചി രൂപതക്കാരനായ കരീൽ മെത്രാനെ നോക്കിക്കാണുന്നത്. വിവരവും വിദ്യാഭ്യാസവും വിശ്വാസവും സ്നേഹവുമുള്ള വലിയ ഒരു പാരമ്പര്യമുള്ള രൂപതയാണ് കൊച്ചി രൂപത. ആ രൂപതയുടെ ഇടയനായി അദ്ദേഹം 15 കൊല്ലം 50 കൊല്ലം പുരോഹിതൻ 15 കൊല്ലം ഈ രൂപതയെ നയിച്ച മെത്രാൻ രീതിയിൽ വളരെ ഭംഗിയായി അദ്ദേഹം തൻ്റെ ജീവിതം നയിക്കുകയും ആ ജീവിതം നോക്കിക്കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കുവാനായിട്ടുള്ള വലിയ ഒരു മാതൃക നൽകിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രൂപതയുടെ ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിക്കുന്നത്. പിതാവെ, കണ്ണമാരിയെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ മധ്യസ്ഥൻ കൂടിയായ ഔസേപ്പിതാവിൻ്റെ സന്നിധിയിൽ നിരന്തരം വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥന ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പോകുന്ന അങ്ങയുടെ രൂപമാണ്, ആ പടിയിറങ്ങി പോകുന്ന രൂപമാണ് എന്നും ഞങ്ങളുടെ മുമ്പിലുള്ളത്. കണ്ണമാലി നിവാസികളുടെ വളരെ പ്രത്യേകിച്ച് ഈ 120ാമത് ഔസേപ്പിതാവിനെ സദ്യ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇവിടെ വന്ന് ബലിയർപ്പിച്ച് സന്ദേശം നൽകിയ അഭിമന്യ പിതാവിന് ഈ ഇടവകയുടെ നാമത്തിൽ വളരെ പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ വൈദികരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ 2024 ആണ്ട് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ പ്രസിദ്ധി ആലുങ്കൽ മാത്യു കുടുംബാംഗങ്ങളുമാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥാനക്കാരും ദർശനയിൽ പ്രൊക്കത്തോറ് സ്ക്രൂമാൻ 2025 പ്രസിദ്ധന്തിമാരും സ്ഥാനക്കാരുമുണ്ട്. അവിടെ എല്ലാവരുടെയും നാമത്തിൽ അതിനേക്കാൾ ഉപരിയായി ഈ കണ്ണമാരിയിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചാരിറ്റി ബോർഡ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും നാമത്തിൽ അഭിമന്യ പിതാവിന് അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇന്ന് ഈ ദിവ്യബലിയിലെ പിതാവോടൊപ്പം സഹകാർമ്മികത്വം വഹിച്ചവരെല്ലാം എല്ലാവരും തന്നെ ഈ ഇടവക്കാർ തന്നെയായ വൈദികരാണ്. ഒപ്പം സോഷ്യൽ സർവീസ് ഫാത്തിമ ആശുപത്രി ഡയറക്ടർ അച്ഛൻ സിജു പാലിയത്തറ അച്ഛൻ ഇവിടെയുണ്ട്. ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരും റാഫി അച്ഛനും പുളിക്കലച്ഛനും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളത് നമ്മുടെ കൊച്ചച്ഛൻ വാസച്ഛനാണ്. അച്ഛൻ മറ്റെല്ലാ അച്ഛന്മാർക്കും അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മദറിനും മറ്റെല്ലാ സിസ്റ്റർമാർക്കും എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഔസേപ്പിതാവിൻ്റെ നേശസദ്യ തിരുനാൾ ഇവിടെ കൂടിയിട്ടുള്ളവർ വിവിധ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നറിയാം. നിങ്ങൾ ദൂരെ നിന്ന് പോലും ഈ 7 മണിക്കത്തെ പിതാവിൻ്റെ ദിവ്യബലിയിൽ ഇവിടെ വന്നു ചേർന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും
പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മറന്നുപോയതല്ല, കൊച്ചച്ചൻ വന്ന് പറഞ്ഞത് ജനപ്രതിനിധികളെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒത്തിരി നമ്മുടെ ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സ്ഥിരം ആൾക്കാർ 2 പേര് ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ MLAയും MP യും. അതുപോലെ തന്നെ നമ്മുടെ സമുദായ നേതാവ് തന്നെയായ തോമസ് മാഷ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പുതിയതായി ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ഒരാളാണ് നമ്മുടെ ഇവിടെ ഒരു അഡ്വക്കേറ്റ് ആൻ്റണി, പെരുമാനൂരുകാരനാണ്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ ജനപ്രതിനിധികൾ, മറ്റ് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവിടെയുണ്ട്. അവർക്കെല്ലാവർക്കും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹവും നന്ദിയും ഈ ഇടവകയുടെ നാമത്തിലുള്ള നന്ദിയും എല്ലാവരുടെയും നാമത്തിൽ നേർന്നുകൊണ്ട് ഇനി നന്ദിയെല്ലാം പിന്നീട് നമുക്ക് പറയാം. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ അഭിവന്യ പിതാവ് നേർച്ച സദ്യ വെഞ്ചരിക്കുകയും ഒരു കുടുംബത്തിന് അത് വിളമ്പി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മളുടെ 120ാമത് വിശ്വസ പിതാവിൻ്റെ നേർച്ച സദ്യ ആരംഭിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥ വിശ്വാസ രഹസ്യങ്ങൾ വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കുടുംബത്തെ ഈ അൽത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും എന്നും നിലനിൽക്കുകയും ചെയ്യട്ടെ.
120 നടക്കുകയാണ്. അതിനുശേഷം ഒത്തിരി കുടുംബത്തെ അനുസ്മരിച്ചുകൊണ്ട് സദ്യ തുടങ്ങുന്നതോടുകൂടി ഇവിടെ ഈ ഒരു വീട്ടിൽ വരാവുന്നത് ഒരു കുടുംബത്തിന് നേരത്തെ സദ്യ വിഭവങ്ങൾ ഗൃഹത്തിന് ശേഷം മാത്രമേ നേരത്തെ സദ്യ ആരംഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, നേരത്തെ സദ്യ വെഞ്ചരിക്കലാണ് ഇപ്പം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സദ്യ വിഭവങ്ങൾ ഇവിടെ ഗൃഹത്തിൽ കുടുംബത്തിന് ശേഷം മാത്രമേ നേരത്തെ സദ്യ അവിടെ ആരംഭിക്കുകയുള്ളൂ. പ്രത്യേകം വളരെ ശ്രദ്ധിക്കണമെന്ന് കുടുംബത്തോട് ഓർമ്മിപ്പിക്കുക. നേരത്തെ സദ്യ വിഭവങ്ങൾ നടപടി വെഞ്ചരിക്കൊണ്ടിരിക്കുന്നു ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിന്റെ സ്ഥാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ ഇപ്പോൾ അഭിയന്ന പിതാവ് ജോസഫ് കരീം പിതാവ് സജ്ജീകരണങ്ങളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ പിതാവ് ജോസഫ് കരീം പിതാവ് നേതൃത്വ സദ്യ വിഭവങ്ങൾ തിരുക്കുടുംബത്തിന് നൽകിക്കൊണ്ട് അതിന്റെ ആശീർവാദകർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രത്യേക കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള രസീതുകൾ ലഭിക്കുന്നതാണ്. നേതൃത്വ സദ്യ ഏതാനും നിമിഷങ്ങൾക്കകം വിശാലമായ പന്തലിൽ ആരംഭിക്കുന്നതായിരിക്കും. വിശുദ്ധത്തെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശുദ്ധത്തെ സന്നിധാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സെന്റ് ജോസഫ് സ്റ്റാറ്റസിന്റെ തിരുനാൾ ആശംസകൾ. ശ്രദ്ധിക്കുന്നത് KL 43K 4614, അതുപോലെ തന്നെ KL 35A 78